A+ട്യൂബിലേക്ക് സ്വാഗതം. വാഹനം ഉള്ളവരെല്ലാം നിർബന്ധമായും ഈ വീഡിയോ കാണുക എന്നുള്ളൊരു അപേക്ഷ ആദ്യം വെക്കുന്നു. കാരണം നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മോട്ടോർ വാഹന കമ്മീഷണറുടെ അറിയിപ്പാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ചില ആളുകളുടെ വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. ആ തീരുമാനമാണ് നിങ്ങളെ അറിയിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന വാഹനം മറ്റുള്ളവർക്ക് നിങ്ങൾ വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ അത് പിടിക്കപ്പെട്ടാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുക തന്നെ ചെയ്യും. നമ്മുടെ സ്വകാര്യ വാഹനം നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ അത് സ്ഥിരമായി മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ചില പ്രക്രിയ സംസ്ഥാനത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതാണ് പിടികൂടാനായി പുതിയ തീരുമാനം വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഉടമയുടെ കുടുംബാംഗങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നില്ല. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്നതും ക്രമവിരുദ്ധമായി കണക്കാക്കില്ല. അതിനെതിരെയും നടപടി ഉണ്ടാവുകയില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ട് നൽകുകയോ ഈ വ്യക്തികളെ വിമാനത്താവളത്തിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കോ സ്ഥിരമായി കൊണ്ടുവരികയും പോവുകയും ചെയ്യുന്നതും മാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പരസ്യം നൽകി ഈ ആളുകളെ ക്യാൻവാസ് ചെയ്ത് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സംബന്ധിച്ച് തുടർ നടപടിയുണ്ടാകും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഉപയോഗത്തിന് നമ്മൾ വാടകയ്ക്ക് വാഹനം വിട്ടുകൊടുക്കുന്നതാണ് അപകടകരം. അല്ലാതെ നമ്മുടെ ഒരു ബന്ധുവിനോ സുഹൃത്തിനോ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മുടെ വാഹനം വിട്ടുകൊടുക്കുന്നത് പ്രശ്നമല്ല. അതിൽ നിങ്ങൾ ഭയപ്പെടാനും ഇല്ല. വാടക വാങ്ങി സ്ഥിരമായി ആളുകളെ അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആളുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന പരിപാടി, അതാണ് കർക്കശ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇങ്ങനെ ഓടുന്ന വണ്ടികളെ കൈകാണിച്ച് നിർത്തി പരിശോധിക്കും. അത് വാടകയ്ക്ക് ആണ് ഈ വാഹനം ഓടുന്നതെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് പോകും. രജിസ്ട്രേഷൻ റദ്ദാവുകയും ചെയ്യും. ഇനി ചില അറിയിപ്പുകൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. 8 സീറ്റിൽ കൂടുതൽ ഘടിപ്പിച്ച വാഹനങ്ങൾ വാഹന ഉടമയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രം ഉപയോഗത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന് ഒരു ഡിക്ലറേഷൻ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത് സാധാരണ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. അതുപോലെ ഇത്തരം വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വിട്ട് നൽകുമ്പോൾ അത് നിയമവിരുദ്ധമായി തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വ്യാഖ്യാനിക്കും. മോട്ടോർ വാഹന നിയമത്തിൻ്റെ റെൻ്റ് എ ക്യാബ് എന്ന പേരിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനായി ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ 50-ൽ കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ആവശ്യമുണ്ട് താനും. മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്നതിനായി റെൻ്റ് എ മോട്ടോർ സൈക്കിൾ എന്ന സ്കീം ഗവൺമെൻറ് സ്കീം പ്രകാരമുള്ള അനുമതി അല്ലെങ്കിൽ ലൈസൻസ് പ്രത്യേകം നമ്മൾ മുൻകൂറായി വാങ്ങിച്ചിരിക്കുകയും വേണം. റെൻ്റ് എ മോട്ടോർ സൈക്കിൾ സ്കീമിൽ ലൈസൻസിന് അപേക്ഷിക്കുന്നതിന് ചുരുങ്ങിയത് 5 മോട്ടോർ സൈക്കിൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കഴിയുകയും ഉള്ളൂ. അതുപോലെ ഇത്തരം വാഹനങ്ങളിൽ കറുത്ത പ്രതലത്തിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളിലാണ് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കേണ്ടതും. റെൻ്റ് എ ക്യാബ് സ്കീമിൽ ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുകയും വേണം. ഇതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു പുതിയ അറിയിപ്പ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു വീഴ്ച വന്ന് പിടികൂടപ്പെടരുത് എന്ന് അറിയിക്കാനാണ്. പിടികൂടിയാൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടി ഉണ്ടാകും. നമ്മളൊരു വലിയ പിഴ ചിലപ്പോൾ പിന്നീട് പീനലൈസ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഇത്തരം സർക്കാർ അറിയിപ്പുകൾ ഈ ചാനലിൽ
തീർച്ചയായും ഇനിയും ഉൾപ്പെടുത്തുന്നുണ്ട്. അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.